ഹായ് സ്റ്റുഡൻസ്, ഞാൻ രമ്യ. ഇന്നത്തെ ഗണിത ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് വിവിധ തരം സംഖ്യകളെ കുറിച്ചിട്ടാണ്. ആദ്യം തന്നെ എണ്ണൽ സംഖ്യകളെ കുറിച്ച് പഠിക്കാം. എന്താ എണ്ണൽ സംഖ്യ പറഞ്ഞാൽ അറിയൂ? എണ്ണാൻ ഉപയോഗിക്കുന്നതാണ് എണ്ണൽ സംഖ്യ. സാധാരണ നമ്മൾ എണ്ണാൻ ഉപയോഗിക്കുന്നത് എന്താണ്? 1, 2, 3 അല്ലേ? അതിനെയാണ് എണ്ണൽ സംഖ്യ എന്ന് പറയുന്നത്. അപ്പോൾ എണ്ണൽ സംഖ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? 1, 2, 3, 4 എക്സെട്ര അല്ലേ? ഇതാണ് എണ്ണൽ സംഖ്യ. എണ്ണൽ സംഖ്യയെ സൂചിപ്പിക്കുന്നത് ക്യാപിറ്റൽ ലെറ്റർ എൻ ആണ്. ഓക്കെ, അപ്പോൾ എൻ ഈക്വൽ ടു 1, 2, 3, 1, 2, 3, 4 എക്സെട്ര. ഇതാണ് എണ്ണൽ സംഖ്യ. എണ്ണൽ സംഖ്യ തുടങ്ങുന്നത് എന്തിലാണ്? 1-ലാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ എന്താണ്? 1 ആണ്. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ എണ്ണൽ സംഖ്യ പറഞ്ഞത് എന്താണ്? 1, 2, 3, 4 എക്സെട്ര ആണ് എണ്ണൽ സംഖ്യ. എണ്ണൽ സംഖ്യയിൽ ഏറ്റവും ചെറുത് 1 ആണ്. എണ്ണൽ സംഖ്യയെ കുറിച്ച് എല്ലാവർക്കും മനസ്സിലായോ? ഇനി ഒരു കാര്യം കൂടിയുണ്ട്. എണ്ണൽ സംഖ്യയെ നമുക്ക് നിസർഗ സംഖ്യകൾ എന്നും കൂടി പറയാം. എന്താണ്? എണ്ണൽ സംഖ്യകളെ നിസർഗ സംഖ്യകൾ എന്നും കൂടി പറയാം. ഓക്കെ, അപ്പോൾ എണ്ണൽ സംഖ്യനെ എല്ലാവർക്കും മനസ്സിലായില്ലേ? അടുത്തതാണ് അഖണ്ഡ സംഖ്യ. അഖണ്ഡ സംഖ്യ എന്ന് പറഞ്ഞു വെച്ചാൽ എണ്ണൽ സംഖ്യൻ്റെ കൂടെ, അത് പറഞ്ഞാൽ 1, 2, 3, 4 ഈ എണ്ണൽ സംഖ്യകളുടെ കൂടെ 0 കൂടി ചേർന്ന് വരുമ്പോഴാണ് എന്ത് അഖണ്ഡ സംഖ്യയാകുന്നത്. അപ്പോൾ 0, 1, 2, 3, 4 എക്സെട്ര. ഇതാണ് അഖണ്ഡ സംഖ്യ. അഖണ്ഡ സംഖ്യയെ നമ്മൾ ഡിനോട്ട് ചെയ്യണത്, സൂചിപ്പിക്കുന്നത് ക്യാപിറ്റൽ ലെറ്റർ W. മനസ്സിലായോ? എന്താണ് അഖണ്ഡ സംഖ്യ? 0, 1, 2, 3 എക്സെട്ര അല്ലേ? 0, 1, 2, 3, 4 എക്സെട്ര. ഇതാണ് അഖണ്ഡ സംഖ്യ. നമ്മൾ എണ്ണൽ സംഖ്യയിൽ ഏറ്റവും ചെറുത് എന്ത് പഠിച്ചു? 1 ആണ് പഠിച്ചു അല്ലേ? എണ്ണൽ സംഖ്യയിൽ ഏറ്റവും ചെറുത് 1 ആണ്. എന്നാൽ അഖണ്ഡ സംഖ്യയിൽ ഏറ്റവും ചെറുത് എന്താണ്? 0. മനസ്സിലായോ? അഖണ്ഡ സംഖ്യയിൽ ഏറ്റവും ചെറിയത് എന്താണ്? 0 ആണ്. ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് പൂർണ്ണസംഖ്യയാണ്. പൂർണ്ണസംഖ്യ എന്ന് വെച്ചാൽ 0 വേണം, 0ൻ്റെ കൂടെ എണ്ണൽ സംഖ്യ. അത് പറഞ്ഞാൽ 1, 2, 3, 4 എക്സെട്ര. 0 എണ്ണൽ സംഖ്യയായി അല്ലേ? ഇനി ഈ എണ്ണൽ സംഖ്യൻ്റെ നെഗറ്റീവ്, അതായത് ന്യൂനം. ന്യൂനം പറയുമ്പോൾ എന്താണ്? -1, -2, -3 എക്സെട്ര. ഇതിനെയാണ് പൂർണ്ണസംഖ്യ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്നാൽ പൂർണ്ണസംഖ്യയിൽ എന്തൊക്കെയാണ് വരിക? 0 വരും, എണ്ണൽ സംഖ്യ വരും, എണ്ണൽ സംഖ്യൻ്റെ നെഗറ്റീവ്. ഓക്കെ, മനസ്സിലായോ? പൂർണ്ണസംഖ്യ നമ്മൾ സൂചിപ്പിക്കുന്നത് എന്താണെന്നറിയോ? ക്യാപിറ്റൽ ലെറ്റർ I. അപ്പോൾ പൂർണ്ണസംഖ്യയിൽ ഏതൊക്കെയാണ് വരുന്നത്? 0, എണ്ണൽ സംഖ്യയും എണ്ണൽ സംഖ്യേൻ്റെ നെഗറ്റീവും. മനസ്സിലായല്ലോ? -1, -2, -3 കേട്ടോ. അങ്ങനെയാണ് വായിക്കുക, -1. ഓക്കെ, അപ്പോൾ -1, -2, -3 എക്സെട്ര. 0, 1, 2, 3, 4 എക്സെട്ര. ഇതെല്ലാം കൂടി ചേർന്നതാണ് പൂർണ്ണസംഖ്യ. പൂർണ്ണസംഖ്യ എല്ലാവർക്കും മനസ്സിലായില്ലേ? അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത് ഇരട്ട സംഖ്യയെ കുറിച്ചിട്ടാണ്. ഇരട്ട സംഖ്യ എന്ന് വെച്ചാൽ നമ്മുടെ എണ്ണൽ സംഖ്യകളെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 0 വരുന്നതാണ് ഇരട്ട സംഖ്യ. എന്താ എണ്ണൽ സംഖ്യ എന്ന് അറിയാലോ? 1, 2, 3, 4 അല്ലേ? ആ എണ്ണൽ സംഖ്യകളെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 0 വരികയാണെങ്കിൽ അത് ഇരട്ട സംഖ്യയാണ്. അപ്പോൾ ഇരട്ട സംഖ്യ ഏതൊക്കെയാണെന്ന് അറിയോ? 2, 4, 6, 8, 10 എക്സെട്ര. ഇതെല്ലാമാണ് ഇരട്ട സംഖ്യകൾക്ക് ഉദാഹരണം. ഈ സംഖ്യകളെല്ലാം 2 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 0 ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ എന്താണ്? എണ്ണൽ സംഖ്യകളെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 0 വരുന്ന സംഖ്യകളാണ് ഇരട്ട സംഖ്യകൾ. ഇനി ഒരു സംഖ്യ, ഒരു വലിയ സംഖ്യ തന്നു. ഇതിപ്പോൾ എല്ലാം ഒരക്കമുള്ള സംഖ്യകളാണല്ലേ? ഇനി ഒരു വലിയ സംഖ്യ തന്നു വെച്ചാൽ ആ സംഖ്യ ഇരട്ട സംഖ്യയാണോ എന്ന് അറിയാൻ എന്ത് ചെയ്താൽ മതി എന്നറിയോ? ആ സംഖ്യയുടെ ഏറ്റവും അവസാനത്തെ അക്കം, ആ അക്കം 0, 2, 4, 6, 8 ആണെങ്കിൽ അത് ഇരട്ട സംഖ്യ ആയിരിക്കും. ഓക്കെ, മനസ്സിലായോ? ഒരു ഉദാഹരണത്തിലൂടെ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു വലിയ സംഖ്യ 326, ഇതൊരു വലിയ സംഖ്യയാണല്ലേ?
ഈ സംഖ്യ ഇരട്ട സംഖ്യയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ സംഖ്യയുടെ ഏറ്റവും അവസാനത്തെ അക്കം നോക്കുക. ഏതാണ് അവസാനത്തെ അക്കം? 6. ആ 6 ഇതിലേതിലെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. എന്താണ്? 6 ഉണ്ട് അല്ലേ? ഉണ്ടെങ്കിൽ അത് പറഞ്ഞാൽ ഈ സംഖ്യകളിൽ ഈ 6 ഉണ്ട്, ഈ അവസാനത്തെ അക്കം ഉണ്ടെങ്കിൽ അത് ഈ സംഖ്യ ഒരു ഇരട്ട സംഖ്യ ആയിരിക്കും. മനസ്സിലായോ? അടുത്തത് 210. ഈ സംഖ്യയുടെ ഏറ്റവും അവസാന അക്കം എന്താണ്? 0 ആണ്. 0 പറയണത് ഇതിലുണ്ടോ? ഈ തന്നിരിക്കുന്ന അക്കങ്ങളിലുണ്ടോ? ഉണ്ട് അല്ലേ? അപ്പോൾ ഈ സംഖ്യ എന്തായിരിക്കും? ഇരട്ട സംഖ്യ ആയിരിക്കും. അപ്പോൾ എന്താ ഇരട്ട സംഖ്യ എന്ന് മനസ്സിലായല്ലോ. വലിയ ഒരു സംഖ്യ തന്നാൽ അതെങ്ങനെ ഇരട്ട സംഖ്യയാണെന്നോ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് മനസ്സിലായല്ലോ. ഞാൻ വേറൊരു ഉദാഹരണം കൂടി പറഞ്ഞുതരാം. 315. ഇത് ഇരട്ട സംഖ്യയാണോ? അവസാനത്തെ അക്കം എന്താണ്? 5 ആണല്ലേ? 5 ഈ തന്നിരിക്കുന്നതിലുണ്ടോ? ഇല്ല. അപ്പോൾ ഈ സംഖ്യ എന്തല്ല? ഒരു ഇരട്ട സംഖ്യ അല്ല. 0, 2, 4, 6, 8 അറ്റത്ത് വന്നാൽ മാത്രമേ എന്താവുള്ളൂ? ഇരട്ട സംഖ്യ ആവുള്ളൂ. മനസ്സിലായോ? അപ്പം എന്താണ് ഇരട്ട സംഖ്യ? എണ്ണൽ സംഖ്യകളെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 0 വരുന്നതാണ് ഇരട്ട സംഖ്യ. അതിൽ വലിയൊരു സംഖ്യ തന്നിട്ട് അത് ഇരട്ട സംഖ്യ ആണോന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ആ സംഖ്യയുടെ ഏറ്റവും അവസാനത്തെ അക്കം 0, 2, 4, 6, 8 ആയാൽ മതി. അതിനെ ഇരട്ട സംഖ്യ എന്ന് പറയും. അത് എത്ര വലിയ സംഖ്യ ആയിരിക്കും. ഇപ്പോൾ 5468. ഓക്കെ, ഇതിൻ്റെ അവസാനം എന്താണ്? 8. 8 ഇതിലുണ്ടോ? ഈ സംഖ്യകളിൽ 8 ഇല്ലേ? അപ്പോൾ എന്താണ്? ഇതൊരു ഇരട്ട സംഖ്യയാണ്. മനസ്സിലായല്ലോ? ഇരട്ട സംഖ്യ കറക്റ്റായിട്ട് മനസ്സിലായില്ലേ? അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒറ്റസംഖ്യ. ഒറ്റസംഖ്യ എന്ന് പറയുന്നത് എണ്ണൽ സംഖ്യകളെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 വരികയാണെങ്കിൽ അത് ഒറ്റസംഖ്യ ആയിരിക്കും. എന്താണ്? എണ്ണൽ സംഖ്യകളെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 വരികയാണെങ്കിൽ എന്താണ്? അത് ഒറ്റസംഖ്യ. അപ്പോൾ ഒറ്റസംഖ്യകൾക്ക് ഉദാഹരണം ഏതാണെന്നറിയോ? 1, 3, 5, 7, 9 എക്സെട്ര. ഇതാണ് ഒറ്റസംഖ്യകൾക്ക് ഉദാഹരണം. മനസ്സിലായോ? 1, 3, 5, 7, 9 ഇതാണ് ഒറ്റസംഖ്യകൾക്ക് ഉദാഹരണം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇരട്ട സംഖ്യയിൽ ഇപ്പോൾ ഒരു വലിയ സംഖ്യ തന്നാൽ അത് ഇരട്ട സംഖ്യയാണെന്നോ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്തു? അറ്റത്തെ അക്കം നോക്കിയില്ലേ? അത് ഈ സംഖ്യകളിൽ തന്നിട്ടുണ്ടെങ്കിൽ അത് ഇരട്ട സംഖ്യയാണെന്ന് നമ്മൾ പഠിച്ചു. എന്ന പോലെ ഇതിലും ഈ 1, 3, 5, 7, 9 ഇതിലേതെങ്കിലും ആണ് നമ്മൾ തന്നിരിക്കുന്ന സംഖ്യയിലെ അവസാനത്തെ അക്കം വെച്ചാൽ അത് ഒറ്റ സംഖ്യ ആവും. എക്സാമ്പിളിലൂടെ പറഞ്ഞുതരാം. എന്താണ്? 523. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും അവസാനത്തെ അക്കം എന്താണ്? 3 ആണല്ലേ? അപ്പോൾ 3 ഒരു ഒറ്റ സംഖ്യയല്ലേ? അപ്പോൾ ഇതും ഒരു ഒറ്റ സംഖ്യ ആയിരിക്കും. 3 പറയണത് നമ്മുടെ ഒരൊറ്റ അക്കമുള്ള സംഖ്യയാണ്, ഒറ്റ സംഖ്യയാണ്. അതുപോലെ ഈ സംഖ്യ 523 പറഞ്ഞ സംഖ്യ എന്തായിരിക്കും? ഒരൊറ്റ സംഖ്യ ആയിരിക്കും, ഒറ്റ സംഖ്യ ആയിരിക്കും. മനസ്സിലായില്ല അല്ലേ? ഒന്നുകൂടി പറഞ്ഞുതരാം കേട്ടോ. 325. ഇതിലേറ്റവും അവസാനത്തെ സംഖ്യ ഏതാണ്? 5. 5 എന്ന് പറയുന്നത് നമ്മുടെ ഒറ്റ സംഖ്യയിലുണ്ടോ നോക്കുക. ഈ തന്നിരിക്കുന്നതിലുണ്ടോ നോക്കുക. ഉണ്ടോ? ഉണ്ട്. 5 ഉണ്ട് അല്ലേ? അപ്പോൾ ഈ സംഖ്യ എന്തായിരിക്കും? ഒറ്റ സംഖ്യ ആയിരിക്കും. 726. അവസാനം അക്കം എന്താണ്? 6 ആണ്. ഈ 6 ഈ ഒറ്റ സംഖ്യയിൽ തന്നിരിക്കുന്നതിലുണ്ടോ? 6 ഉണ്ടോ? 1 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്, 7 ഉണ്ട്, 9 ഉണ്ട്. പക്ഷെ 6 ഉണ്ടോ? ഇല്ല. അപ്പോൾ ഈ സംഖ്യ എന്താണ്? ഇരട്ട സംഖ്യ ആണ്, ഒറ്റ സംഖ്യ അല്ല. അപ്പോൾ തന്നിരിക്കുന്ന സംഖ്യയുടെ ഏറ്റവും അവസാനത്തെ അക്കം വെച്ചിട്ടാണ് ഒറ്റ സംഖ്യയാണോ ഇരട്ട സംഖ്യയാണോ എന്ന് തീരുമാനിക്കുന്നത്. മനസ്സിലായോ? 0, 2, 4, 6, 8 ആണെങ്കിൽ അത് ഇരട്ട സംഖ്യയും 1, 3, 5, 7, 9 ആണെങ്കിൽ അത് ഒറ്റ സംഖ്യയായിരിക്കും. മനസ്സിലായില്ലേ എല്ലാവർക്കും? ഇരട്ട സംഖ്യ എന്താണ്, ഒറ്റ സംഖ്യയാണെന്ന് മനസ്സിലായോ? ഇരട്ട സംഖ്യയിൽ ഏറ്റവും ചെറിയ സംഖ്യ ഏതാണെന്നറിയോ? 2 ആണ് ഇരട്ട സംഖ്യയിലെ ഏറ്റവും ചെറിയ സംഖ്യ. ഓക്കെ, ഇരട്ട സംഖ്യ 2, 4, 6, 8, 10 ആണ് അല്ലേ? അതിൽ ഏറ്റവും ചെറുത് 2 ആണ്. അപ്പോൾ 2 ആണ് ഇരട്ട സംഖ്യയിലെ ഏറ്റവും ചെറിയത്. ഇനി ഒറ്റ സംഖ്യയാണെങ്കിലോ 1, 3, 5, 7, 9 എക്സെട്ര അല്ലേ? അപ്പോൾ അതിൽ ഏറ്റവും ചെറുത് ആരാണ്? 1. അപ്പോൾ ഒറ്റ സംഖ്യകളിൽ ഏറ്റവും ചെറുത് ആരാണ്? 1 ആണ്. ഓക്കെ, അപ്പോൾ ഇരട്ട സംഖ്യകളിൽ ഏറ്റവും ചെറുത് 2ഉം ഒറ്റ സംഖ്യകളിൽ ഏറ്റവും ചെറുത് 1 ആണ്. അടുത്തായി പഠിക്കാൻ പോകുന്നത് അഭാജ്യ സംഖ്യകളെ കുറിച്ചിട്ടാണ്.
അഭാജ്യസംഖ്യകൾ പറഞ്ഞാൽ ഒരു സംഖ്യയ്ക്ക് 2 ഘടകങ്ങൾ മാത്രമുള്ളതാണ് അഭാജ്യസംഖ്യ. അതായത് ഒന്നുകൊണ്ടും അതേ സംഖ്യ കൊണ്ടും മാത്രം പൂർണ്ണമായി ഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങനെയുള്ള സംഖ്യകളാണ് അഭാജ്യസംഖ്യകൾ. മനസ്സിലായോ? കാരണം ഒന്നുകൊണ്ടും ആ സംഖ്യ കൊണ്ടും മാത്രമേ നമുക്ക് ഹരിക്കാൻ കഴിയുള്ളൂ. അങ്ങനെയുള്ള സംഖ്യകളാണ് അഭാജ്യസംഖ്യ എന്ന് പറയുന്നത്. ഉദാഹരണത്തിലൂടെ പറഞ്ഞുതരാം. ഇപ്പം 3നെ 3 കൊണ്ടും 1 കൊണ്ടും മാത്രമേ നമുക്ക് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുള്ളൂ അല്ലേ? അങ്ങനെയുള്ള സംഖ്യകളാണ് അഭാജ്യസംഖ്യ. ഓക്കെ, അതിന് വേറെ രീതിയിലും കൂടി നമുക്ക് പറയാം. ഇപ്പോൾ 3 പറയണത് ഏതൊക്കെ ഗുണപട്ടികയിലുണ്ട്? 1ൻ്റെ ഗുണപട്ടികയിലുണ്ട്, 3ൻ്റെ ഗുണപട്ടികയിലുണ്ട്. വേറെ ഏതെങ്കിലും ഗുണപട്ടികയിൽ 3 ഉണ്ടോ? ഇല്ല അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള സംഖ്യകളാണ് അഭാജ്യസംഖ്യകൾ. മനസ്സിലായോ? അപ്പോൾ 2 ഒരു അഭാജ്യസംഖ്യയാണ്. 2 1ൻ്റെ ടേബിളിലും 1ൻ്റെ ഗുണപട്ടികയിലും 2ൻ്റെ ഗുണപട്ടികയിലും മാത്രമേ ഉള്ളൂ അല്ലേ? അതേപോലെ 3, 5, 7 ഇതെല്ലാം 1 കൊണ്ടും അതേ സംഖ്യ കൊണ്ടും മാത്രം ഹരിച്ചാലേ നമുക്ക് കിട്ടുള്ളൂ. അല്ലെങ്കിൽ 1ൻ്റെ ഗുണപട്ടികയിലും ആ സംഖ്യയുടെ ഗുണപട്ടികയിലും മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇങ്ങനെയുള്ള സംഖ്യകളാണ് അഭാജ്യസംഖ്യ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ 2, 3, 5, 7 ഇതെല്ലാം എന്താണ്? ഒരു അഭാജ്യസംഖ്യയാണ്. ഈ അഭാജ്യസംഖ്യയിൽ ഏറ്റവും ചെറുത് ഏതാണ്? 2. ഓക്കെ, അതുപോലെ 2-നൊരു പ്രത്യേകതയും കൂടിയുണ്ട്. ഈ 2 മാത്രമാണ് ഇരട്ട സംഖ്യയായിട്ടുള്ളൂ. അഭാജ്യസംഖ്യകളിൽ ഇരട്ട സംഖ്യയായിട്ട് ഈ 2 മാത്രമേ ഉള്ളൂ. അപ്പോൾ അഭാജ്യസംഖ്യയിൽ ഏറ്റവും ചെറുത് 2ആണ്. അതേപോലെ ഇരട്ട സംഖ്യയായിട്ടുള്ള ഒരേ ഒരു അഭാജ്യസംഖ്യയുള്ളൂ, അതേതാണ്? 2. ബാക്കിയെല്ലാം ഒറ്റ സംഖ്യ ആയിരിക്കും. മനസ്സിലായോ അഭാജ്യസംഖ്യ? അപ്പോൾ അഭാജ്യസംഖ്യ പറഞ്ഞു വെച്ചാൽ 1 കൊണ്ടും ആ സംഖ്യ കൊണ്ടും മാത്രം പൂർണ്ണമായി ഹരിക്കാൻ കഴിയുകയാണെങ്കിൽ ആ സംഖ്യകളാണ് അഭാജ്യസംഖ്യ. അതിന് ഉദാഹരണമാണ് 2, 3, 5, 7 എക്സെട്ര. ഇനി അടുത്തത് ഭാജ്യസംഖ്യ എന്താണെന്ന് പറഞ്ഞുതരാം. ഭാജ്യസംഖ്യ എന്താണെന്ന് വെച്ചാൽ 2ൽ കൂടുതൽ ഘടകങ്ങളുള്ളതാണ് ഭാജ്യസംഖ്യ. 2 ഘടകങ്ങളുള്ളത് അഭാജ്യസംഖ്യയും 2ൽ കൂടുതൽ ഘടകങ്ങളുള്ളത് ഭാജ്യസംഖ്യയും. അത് പറഞ്ഞാൽ ഉദാഹരണത്തിലൂടെ പറഞ്ഞുതരാം കേട്ടോ. 8 എന്നത് എന്താണ്? 2ൻ്റെ ടേബിളിലുണ്ട് അല്ലേ? 2ൻ്റെ ഗുണപട്ടികയിലുണ്ട് അല്ലേ? 2 × 4 എന്താണ്? 8 ആണ്. അതേപോലെ 4 × 2 എന്താണ്? 8 ആണ്. 1 × 8 എത്രയാണ്? 8 ആണ്. 8 × 1 എത്രയാണ്? 8 ആണ്. അപ്പോൾ 2ൽ കൂടുതൽ ഗുണപട്ടികയിലുണ്ടെങ്കിൽ അതൊക്കെ എന്താവും? ഭാജ്യസംഖ്യയാവും. അങ്ങനെയുള്ളതാണ് ഭാജ്യസംഖ്യ. അപ്പോൾ ഭാജ്യസംഖ്യ തുടങ്ങുന്നത് ഏതിലാണെന്നറിയോ? 4 പറയണത് എന്താണ്? 2ൻ്റെ ടേബിളിലുണ്ട്, 4ൻ്റെ ടേബിളിലുണ്ട്, 1ൻ്റെ ടേബിളിലുണ്ട്. അപ്പോൾ 2ൽ കൂടുതലായി അല്ലേ? അങ്ങനെയുള്ളതാണ് എന്താ? ഭാജ്യസംഖ്യ. അപ്പം 4, 8, ഒരു സംഖ്യ കൂടിയുണ്ട് 6 കേട്ടോ. 6 കൂടിയുണ്ട്. 6, 8 ഇങ്ങനെ തുടങ്ങുന്നതാണ് ഭാജ്യസംഖ്യ. മനസ്സിലായോ? അപ്പോൾ 2ൽ കൂടുതൽ ഘടകങ്ങൾ ഉണ്ടെങ്കിൽ അതെന്താണ്? ഭാജ്യസംഖ്യ. മനസ്സിലായോ? അതിന് ഉദാഹരണമാണ് 4, 6, 8 എക്സെട്ര. അപ്പോൾ ഭാജ്യസംഖ്യകളിലെ ഏറ്റവും ചെറുത് എന്താണ്? 4 ആണ്. ഭാജ്യസംഖ്യകളിലെ ഏറ്റവും ചെറുത് 4. അഭാജ്യസംഖ്യകളിലെ ഏറ്റവും ചെറുത് 2. ആകെ ഒരു ഇരട്ട സംഖ്യ ഉള്ളൂ അല്ലേ അഭാജ്യസംഖ്യയിൽ? അതാണ് 2. ഓക്കെ, മനസ്സിലായപ്പോൾ ഭാജ്യസംഖ്യ അഭാജ്യസംഖ്യ എന്താണെന്ന് മനസ്സിലായോ? അഭാജ്യസംഖ്യ എന്ന് വെച്ചാൽ 2 ഘടകം മാത്രമുള്ളതാണ് അഭാജ്യസംഖ്യ എന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് ആ സംഖ്യ 1 കൊണ്ടും ആ സംഖ്യ കൊണ്ടും മാത്രം പൂർണ്ണമായി ഹരിക്കാൻ കഴിയുകയാണെങ്കിൽ അത് അഭാജ്യസംഖ്യ. അല്ലാതെ വരുന്നതൊക്കെ ഭാജ്യസംഖ്യ ആയിരിക്കും. മനസ്സിലായല്ലോ? 1 മുതൽ 50 വരെ എത്ര അഭാജ്യസംഖ്യകളുണ്ടെന്ന് അറിയോ? 1 മുതൽ 50 വരെ 15 അഭാജ്യസംഖ്യകളാണ് ഉള്ളത്. ഓക്കെ, ആ അഭാജ്യസംഖ്യകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 2, 3, 5, 7, 11, 13, 17, 19, 23, 29, 31, 37, 41, 43, 47 അങ്ങനെ മൊത്തം 15 അഭാജ്യസംഖ്യകളാണ് 1 മുതൽ 50 വരെ ഉള്ളത്. ഇതിലില്ലാത്ത സംഖ്യകളെല്ലാം എന്തായിരിക്കും? ഭാജ്യസംഖ്യകളായിരിക്കും. ഓക്കെ, 1 മുതൽ 100 വരെ 25
അഭാജ്യ സംഖ്യകളുണ്ട് കേട്ടോ. 1 മുതൽ 100 വരെ എത്ര സംഖ്യകളുണ്ട്? 1 മുതൽ 100 വരെ 25 അഭാജ്യ സംഖ്യകളും 1 മുതൽ 50 വരെ 15 അഭാജ്യ സംഖ്യകളാണ് ഉള്ളത്. ഇതിലില്ലാത്തതൊക്കെ ഭാജ്യസംഖ്യകളായിരിക്കും. മനസ്സിലായല്ലോ? ഭാജ്യസംഖ്യ എന്താണെന്നും എത്ര 1 മുതൽ 50 വരെ എത്ര അഭാജ്യ സംഖ്യ ഉണ്ടെന്ന് മനസ്സിലായോ? 1 മുതൽ 50 വരെ 15 അഭാജ്യ സംഖ്യയും 1 മുതൽ 100 വരെ 25 അഭാജ്യ സംഖ്യകളാണ് ഉള്ളത്.